ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദിവ്യബലി അർപ്പണത്തിലെ പ്രാരംഭ കർമ്മങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൾത്താര വണക്കത്തിന് ശേഷം പുരോഹിതൻ തൻ്റെ അധ്യക്ഷപീഠത്തിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് ദിവ്യബലിയുടെ ആരംഭമായി കുരിശടയാളം വരയ്ക്കുകയും ചെയ്യുന്നു. ഈ കുരിശടയാളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. തൻ്റെ ഇടതു കൈ നെഞ്ചത്ത് വെച്ച് വലത് കൈയുടെ മൂന്ന് വിരലുകൾ കൊണ്ടാണ് കുരിശടയാളം വരയ്ക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിലെ 3 വ്യക്തികളെ സൂചിപ്പിക്കുവാനാണ് ഈ 3 വിരലുകൾ കുരിശടയാളം വരയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ കുരിശടയാളം വരയ്ക്കുന്നതിനെ ഇപ്രകാരമാണ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് കുരിശടയാളം വരയ്ക്കേണ്ടത്. വലത് കൈയുടെ 3 വിരലുകൾ വെച്ച് ഇടത് കൈ നെഞ്ചത്ത് വച്ചുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ നിന്ന് താഴേക്ക് നെഞ്ചിലേക്കും ഇടത് തോളിൽ നിന്ന് വലത് തോളിലേക്കുമായിട്ടാണ് കുരിശടയാളം വരയ്ക്കേണ്ടത്. അപ്പോൾ നെറ്റിയിൽ നിന്ന് കുരിശടയാളം താഴേക്ക് വരയ്ക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന ആ ഒരു ആംഗ്യം സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാനായി പിതാവിൻ്റെ പക്കൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക്, അതാണ് ഈ താഴേക്കുള്ള ഈ ആംഗ്യം സൂചിപ്പിക്കുക. യേശുക്രിസ്തു പിതാവിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, അതായത് തൻ്റെ ദൈവീകതയിൽ നിന്ന് നമ്മുടെ മാനുഷികതയിലേക്ക് വന്ന്, അതായത് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് തന്നെ താഴ്ത്തിക്കൊണ്ട് തൻ്റെ ദൈവീകത മാറ്റിവെച്ച് നമ്മുടെ മാനുഷികത സ്വീകരിച്ചു. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തിൻ്റെ ഒരു സൂചകമായിട്ടാണ് നമ്മൾ കുരിശടയാളം വരയ്ക്കുമ്പോൾ നെറ്റിയിൽ നിന്ന് താഴേക്കുള്ള ഈ ആംഗ്യം സൂചിപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നുള്ള ആ ഒരു ആംഗ്യം സൂചിപ്പിക്കുന്നത്. തുടർന്ന് ഇടത് തോളിൽ നിന്ന് വലത് തോളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നുള്ള ആ ഒരു ആംഗ്യം സൂചിപ്പിക്കുക. കർത്താവ് നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് എഴുന്നള്ളിയതുപോലെ നമ്മെയും ഉത്ഥാനത്തിൻ്റെയും നിത്യജീവൻ്റെയും മഹത്വത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കും എന്നുകൂടെ സൂചിപ്പിക്കുവാനാണ് ഇടത് തോളിൽ നിന്ന് വലത് തോളിലേക്ക് നമ്മൾ ആംഗ്യം കാണിക്കുക. അതായത് കർത്താവ് നമ്മെ പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്ക് മോചിപ്പിച്ചു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മോചിപ്പിച്ചു, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മോചിപ്പിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പറുദീസ, ദൈവപുത്ര സ്ഥാനം അവിടുന്ന് നമുക്ക് നേടിത്തന്നു. ഈ ഒരു കാര്യമാണ് ഈ ഇടത് തോളിൽ നിന്നുള്ള വലത് തോളിലേക്കുള്ള ആംഗ്യം സൂചിപ്പിക്കുക. അപ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു രഹസ്യമാണ്. എന്താണ് ആ രഹസ്യം? ഈശോ തൻ്റെ പെസഹ രഹസ്യത്തിലൂടെ, തൻ്റെ പീഠാനുഭവത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മരണത്തിലൂടെയും നമ്മെ രക്ഷിച്ച്, അതാണ് ഈശോയുടെ പെസഹ രഹസ്യം. നമുക്ക് നിത്യജീവൻ നൽകുന്നു ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലൂടെ. അപ്പോൾ കുരിശടയാളം എന്ന ഈ ഒരു ചെറിയ ഒരു ആംഗ്യം
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നുള്ള ഈ ഒരു ആംഗ്യത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവൻ രഹസ്യവും, അതായത് മനുഷ്യാവതാര രഹസ്യവും പെസഹ രഹസ്യവും നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുക. ഒരു വലിയ ഒരു അർത്ഥമാണ് ഈ ഒരു ചെറിയ ആംഗ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബോധപൂർവം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന അറിവില്ലാതെ, ബോധമില്ലാതെ വളരെ യാന്ത്രികമായിട്ടാണ് പലപ്പോഴും കുരിശടയാളം വരയ്ക്കുക. ഇനി മുതൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ നമ്മുടെ ആ വിശ്വാസ രഹസ്യങ്ങളെ, ഈശോ നമുക്ക് വേണ്ടി ചെയ്ത വലിയ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ എപ്പോഴും നമുക്ക് കുരിശടയാളം വരയ്ക്കുവാൻ സാധിക്കണം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.